ഗൈസ്, ഇനിയിപ്പോൾ നമ്മളെ ഒരാഴ്ചയും കൂടെ ഉള്ളൂ നമ്മളെ നിയോൺ ഇവൻറ്റ് തീരാൻ വേണ്ടിയിട്ട്. സോ നിങ്ങളുടെ അടുത്ത് അത്യാവശ്യം ഷാർഡൊക്കെ ഉണ്ടാകും പ്ലേയേഴ്സിന് എടുക്കാൻ വേണ്ടിയിട്ട്. സോ ഇന്നത്തെ വീഡിയോ ഗൈസ് നമുക്ക് കിട്ടില്ലെങ്കിലും പ്ലേയേഴ്സ് ആയിരിക്കാണ് നോക്കുന്നത് എടുക്കാൻ പറ്റിയേ. എൻ്റെ അടുത്ത് ഇപ്പോൾ 900 ഷാർഡുണ്ട്. കഴിഞ്ഞ 2 പാക്കിലായിട്ട് നല്ല ലക്കം ഉണ്ടായിരുന്നു ഗൈസ്. മറഡോണേനെയും അതുപോലെ തന്നെ 107ൻ്റെ ഇസൈനെയും കിട്ടിയിരുന്നു. നോക്കാം ഗൈസ്. ഫസ്റ്റ് തന്നെ ഗൈസ് നമ്മളെ വീക്ക് 3 ബ്ലാങ്ക് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മിഡാണ് വേണ്ടെങ്കിൽ ഗൈസ് നമ്മൾ 107ൻ്റെ ക്വയറ്റ് ഉണ്ട്. സോ ഗൈസ് ഇനി നമുക്ക് വീക്ക് 2 നോക്കാം. വേറെ അങ്ങനെ കിഡിലായിട്ട് ആരങ്ങനെയൊന്നുമില്ല. റഫേലിയ ഉണ്ട് ഗൈസ്, പുള്ളി കിഡിലാണ്. ഗൈസ് എൻ്റെ മെയിൻ ടാർഗറ്റ് ക്വരസ്കേലിയാണ്. പിന്നെ നോക്കുവാണെങ്കിൽ പീറ്റർ ചെക്ക് ഉണ്ട്. മധ്യാറ ഗൈസ് കിഡിലാന്നാണ് നമ്മളൊരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പീറ്റർ ചെക്കും കിഡിലായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഈ ക്ലോസ് എനിക്കറിയില്ല, മേ ബി എന്തുകൊണ്ട് ക്വയർസ്കേൽ ആയിരിക്കും കേസ് ഒരു ബെറ്റർ ഓപ്ഷൻ തോന്നുന്നു. പീറ്റർ ചെക്കിൻ്റെ സ്റ്റാറ്റ്സ് ഒക്കെ ആണെങ്കിൽ കിഡിലാണ്. കിഡില റിഫ്ലക്സ് ഒക്കെ ഉണ്ട്. ഇതിനകത്ത് ഈ വീക്ക് 2 മെയിനായിട്ട് ഇത്രയും പേരാണ് ഉള്ളത്. പിന്നെ AK പൊട്ടിയ പുള്ളിയുടെ പേര് എത്തിയിട്ട് അറിയില്ല. നമ്മൾ മാൻ സിറ്റിയുടെ സെൻറ്റർ ബാക്ക് പുള്ളി ഇപ്പം ആവശ്യമില്ല. നോക്കുവാണെങ്കിൽ നമ്മളെ ഇംഗ്ലണ്ടിൻ്റെ ഐക്കോൺ സെൻറ്റർ ബാക്ക് മൂറുണ്ട്. അതുപോലെ മറഡോണ ഇനി ആവശ്യമില്ല. മറഡോണനെ കിട്ടി. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മളെ ഓഷിമൻ, പിന്നെ അർണോൾഡ്, ഹ്യുസൈൻ ഗീസ് ഞാൻ ഇനിയിപ്പം ക്വരസ്കേലിയനെ എടുത്തു കഴിഞ്ഞ് ബാക്കിയുള്ള ഷാഡിനെ എടുക്കാൻ വെച്ചിരിക്കുന്നതാണ്. നമുക്കിനി മെയിൻ സംഭവത്തിലോട്ട് കിടക്കാൻ കേസ് നമുക്ക് 1000 ഷാഡ് ആക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ബാക്ക് ചെയ്ത ഇസൈനെ ഞാൻ എക്സ്ചേഞ്ച് അടിക്കാൻ പോകണം. കാരണം കേസ് നമുക്ക് ഓൾറെഡി മറഡോണ ഉണ്ട്. അപ്പോൾ ഒരു CDMൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് കേസ് ഞാൻ എക്സ്ചേഞ്ച് അടിക്കുന്നത്. അല്ലാണ്ട് എനിക്കടുത്ത് കുറേ പ്ലേയേഴ്സൊന്നും ഉണ്ടായിട്ടില്ല. ഷാഡിൻ്റെ ആവശ്യമുണ്ട്, അതുകൊണ്ട് തന്നെയാണ്. പിന്നെ നമുക്ക് പുള്ളിയുടെ പൊസിഷന് ആവശ്യമില്ല. നമുക്കിനി എന്തായാലും നമ്മുടെ സ്വന്തം ക്വരസ്കേലിനെ എടുക്കാൻ കേസ്. മറഡോണയും കൊറഡോണയും ഒരുമിച്ച് ഒരു ടീമിൽ വരിക കിട്ടില്ലായിരിക്കും. നമ്മൾ ക്വരസ്കേലിയൻ്റെ ഗെയിം പ്ലേ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. മറഡോണേൻ്റെയും നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നതായിരിക്കും. നമുക്ക് എന്തായാലും ക്ലെയിം ചെയ്തിട്ടുണ്ട്. വോക്കൗട്ട് ആണോ ഗീസ്? ഓക്കെ, ജോർജിയ സ്ട്രൈക്കർ PSG ക്വരസ്കേലിയ ഗീസ്. നമുക്ക് ഇനി പുള്ളീനെ റാങ്ക് അപ്പ് ചെയ്യാനൊക്കെ ഉണ്ട്. കിടിലൻ കാർഡാണ്, കുറേ പേരെടുത്ത് കണ്ടു, അതുകൊണ്ട് തന്നെയാണ് ഞാനും എടുത്തത്. സോ ഈ നമുക്കിനി റാങ്ക് അപ്പ് ചെയ്യാം. 111 വരെ ആക്കാനാണ് എൻ്റെ പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. മറഡോണ ഓൾറെഡി 111 നമ്മളെ ലൂയിസ് ഡേസും അതെ. കിടിലൻ ടോപ്പ് 3 ആയിട്ടുള്ള എനിക്ക് എടുക്കാൻ പറ്റിയ 3 പ്ലേയേഴ്സ് നിയോൺ ഇവൻറ്റിൽ ഞാൻ എന്തായാലും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. ഈ പറഞ്ഞവർ തന്നെയായിരിക്കും കൂടുതലുണ്ടാവുക. കൂടുതലെന്നല്ല, ഈ പറഞ്ഞവർ തന്നെ 3 പേരായിരിക്കും. ഒരാളെന്തായാലും ക്വരസ്കേലിയാണ്, ബാക്കി 2 പേരെ ഞാൻ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളെ എടുക്കുക. ഓക്കെ, നമ്മൾ റെഡ് റാങ്കിലോട്ട് എത്തിച്ചിട്ടുണ്ട്. ഇനി നമ്മളെ സ്കിൽ പോയിൻ്റ് ഒന്ന് റെഡിയാക്കാം. ഷൂട്ടിങ് തന്നെയാണ് എടുക്കുന്നത്. നമ്മളെ എൻട്രിക്ക് കുഴപ്പമില്ലായിരുന്നു. എന്തായാലും OVR ഒരു വിഷയം തന്നെയാണ്. സോ നിങ്ങൾ ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, നമ്മളെ സ്കോഡ് ഇപ്പോൾ സെറ്റാണ്. ബെഞ്ചിൽ നിന്ന് ആൾക്കാർ ഒഴിവാക്കിയാലും OVRൽ ചേഞ്ച് ഒന്നുമില്ല. ഇനി നമുക്ക് സെൻറ്റർ ബാക്ക് പൊസിഷന് കുറച്ചുകൂടി ബെറ്റർ ആക്കണം. നമുക്കിനി എന്തായാലും ക്വരസ്കേലിലോട്ട് ട്രെയിനിങ് ട്രാൻസ്ഫർ ചെയ്യാം. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇനിയും കിടിലം വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ബൈ ഗൈസ്.